നമസ്കാരം. കാണിച്ചത് ഏറ്റവും വലിയ മര്യാദക്കേടെന്ന് മാത്രമല്ല പറയേണ്ടത്, ഏറ്റവും വലിയ അനാദരവും. കാരണം ലോകം മൊത്തം ആദരിക്കുന്നത് പോട്ടെ, കേരളത്തിൽ ഇന്ത്യയെ തന്നെ, ഇന്ത്യയുടെ മുഖഛായ പോലും മാറ്റി, ഇന്ത്യയെ അധംപതിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയെ കൈപിടിച്ചുയർത്തി സാമ്പത്തികമായി മുന്നേറ്റം നടത്തി ഏറ്റവും പടുകുഴിയിൽ കിടന്ന സ്വർണം പോലും കൊണ്ടുപോയി പണയം വയ്ക്കുന്ന ഒരു രാജ്യമായിരുന്ന ഇന്ത്യയെ ഇത്ര ധീരതയോടെ ഇതുവരെ മൂടി വച്ചിരുന്ന എല്ലാ ഈ സോഷ്യലിസം എന്ന് പറഞ്ഞ് മൂടി വച്ചിരുന്ന എല്ലാ അടപ്പുകളും എടുത്തു മാറ്റി ലോകത്തിന് നമ്മളെ കമ്പോളത്തിന് തുറന്നു കൊടുത്ത് ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ രക്ഷിച്ച് അന്ന് എന്താ വലിയ ഈ ഇടതുപക്ഷമൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയില്ല എല്ലാവരും ഇല്ലേ. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഇല്ലാതാക്കുന്ന ഇതുവരെ നമ്മൾ ഫോളോ ചെയ്തിരുന്ന എല്ലാ പദ്ധതികളും ദൈവം അവതാളത്തിലാക്കും, മറ്റാണ് മറിച്ചതാണ് എന്നും പറഞ്ഞുകൊണ്ട് എന്ത് വലിയ ബഹളം ഉണ്ടാക്കി. എന്നിട്ട് ഇപ്പം നമ്മൾ കാണുന്നില്ലേ, ഇപ്പം അദ്ദേഹം മരിച്ചപ്പോൾ, മൻമോഹൻ സിംഗ് മുൻ പ്രധാനമന്ത്രി മരിച്ചപ്പോൾ കാണുന്ന ആ ഇൻഡെക്സ് 200 നിന്നത് 22,000-ലേക്കും GDP വളർന്നതും സെൻസെക്സ് വളർന്നതും എല്ലാം നമ്മൾ കാണുന്നില്ലേ. അന്ന് ഭാഗ്യവാന്മാർ കൊണ്ടുപോയി പൈസ എന്തെങ്കിലും നിക്ഷേപിച്ചവരെല്ലാം കോടീശ്വരന്മാരായി. അപ്പോൾ അങ്ങനെ ഈ രാജ്യത്തെ ഇങ്ങനെ ഏറ്റവും വലിയ ഇപ്പോഴും 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിന് തുടക്കം കുറിച്ച് ആരാ, അതുവരെ ആ ലിഡ് ഓപ്പൺ ചെയ്തത് ആരാ, ഈ മൻമോഹൻ സിംഗ്. എന്നിട്ട് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയി കോൺഗ്രസ് പാർട്ടി കേണപേക്ഷിച്ച് അദ്ദേഹത്തിന് ഒരു അനാദരം ഉണ്ടാവരുത്, അദ്ദേഹത്തിന് എല്ലാ പ്രധാനമന്ത്രിമാരെയും അടക്കം ചെയ്ത് പ്രത്യേകമായി അദ്ദേഹത്തിന് അടക്കം ചെയ്യണം, അതിനുള്ള സ്ഥലം അലോട്ട് ചെയ്യണം, ഒന്നും ചെയ്തില്ല. സാധാരണക്കാരനെ ഒരു റിക്ഷ പുള്ളിയെ ഡ്രൈവറെ വരെ കൊണ്ടുപോയി സാധാരണക്കാരെ കൊണ്ടുപോയി ചുടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ചുട്ടു ഇല്ലേ. ചുട്ടിട്ട് ഇപ്പോൾ പറയാം കുറച്ച് സ്ഥലം നിങ്ങൾക്ക് തരാം, അതാണ്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ പോലും ആ വേദി അവിടെ ഫ്രണ്ടിൽ ഇരുത്തിയില്ല. കണ്ടില്ലേ നമ്മൾ, അവരുടെ വൈഫ് പോലും അങ്ങ് അറ്റം പോയിരിക്കുന്നു. ഈ അതിശയൊക്കെ പിടിച്ച് മുമ്പ് ഇരുത്തേണ്ട കാര്യം എന്താ? അപ്പോൾ അതുകൂടാതെ വലിയ അനാദരം നടത്തി. രാഹുൽ ഗാന്ധിക്ക് പോലും കഴിക്കാൻ ഇരിപ്പിടം കൊടുത്തില്ല. അങ്ങ് അദ്ദേഹം അവസാനം ഗതികെട്ട് അങ്ങ് അറ്റത്ത് പോയി ഇരിക്കുന്നുണ്ട്, ആരൊക്കെ കിടന്ന് കൈ പിടിക്കുന്നത് അവിടെ പോയി ഇരിയെന്ന് പറഞ്ഞുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് പോലും ഒരു ഇത് കൊടുത്തില്ല. അദ്ദേഹത്തിൻ്റെ കോൺവോയ്, ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുവന്ന കോൺവോയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അമിത്ഷായുടെ വാഹനം കടന്നു. അങ്ങനെ എത്രയോ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി, ഇത്രയും ഈ രാജ്യത്തെ രക്ഷിച്ച ഈ ഒരു പ്രധാനമന്ത്രിമാരും ഇതിന് ധൈര്യം കാണിച്ചിട്ടില്ല. ഇന്ദിരാഗാന്ധിയോട്, നെഹ്റുവിനോട് ഇങ്ങനെ അത് നെഹ്റുവൊക്കെ അന്നേ വിചാരിച്ചിരുന്നു ഇന്ന് നമ്മൾ ചൈനയുടെ അപ്പുറം നിന്നേനെ ഇല്ലേ. ഡെൻ സിയാവോപിങ് വന്ന് അവിടെ ചൈനയിലെ ഭരണം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹമാണ് തുറന്നു കൊടുത്തത്. അത് ചൈന പോലുള്ളൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യം. ഇവിടെ റഷ്യയുടെ കാൽച്ചുവട്ടിൽ കൊണ്ട് കെട്ടിയിരുന്നു ഈ ഇന്ത്യയെ സോഷ്യലിസം എന്ന് പറഞ്ഞത്. അത് പ്രധാനമന്ത്രി നെഹ്റു കെട്ടിയിരുന്നു, ഇന്ദിരാഗാന്ധി കെട്ടിയിരുന്നു, പിന്നെ രാഹുൽ ഗാന്ധി മാത്രമേ ഉള്ളൂ ഈ കുറച്ച് മാറ്റങ്ങൾ വരുത്താനൊക്കെ ശ്രമിച്ചത്. ഡെൻ സിയാവോപിങ്ങിനെ പോയി കണ്ടപ്പോൾ അദ്ദേഹം ആ കാലത്തിൽ മരണപ്പെട്ടു പോയി. അപ്പോൾ അതിന് വഴിതെളിച്ചത് പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. അദ്ദേഹത്തെ ഇങ്ങനെ അനാദരവ് കൊടുക്കാൻ പറ്റിയിട്ട് മാപ്പ് പറയണം, പ്രധാനമന്ത്രി മാപ്പ് പറയണം. എന്നിട്ട് പോയി വലിയ ആളിനെ കണക്ക് ആ നിതാം ബോർഡ് കട്ടിൽ എല്ലാവരും ചുടുന്നിടത്ത് കൊണ്ടുപോയി കുറച്ച് നേരം ഇരുന്ന് ചെന്നിട്ട് പോകാമെന്ന് വെച്ചാൽ ഇതൊക്കെ വലിയ ഇതൊന്നും വെച്ചുറപ്പിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അത് ആരോടാവട്ടെ. ഇദ്ദേഹം ഒരു അയ്യോപ്പാവി മനുഷ്യനായിരുന്നു, ഒരു പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം ഒന്നും ആഗ്രഹിക്കാത്തൊരു മനുഷ്യനായിരുന്നു ഇല്ലേ. അദ്ദേഹം അവർ പറയുന്നത് പ്രധാനമന്ത്രി സോണിയാഗാന്ധി സൂപ്പർ അത് അദ്ദേഹത്തിന് വലിയ മനസ്സ്, സൂപ്പർ പ്രധാനമന്ത്രി. പക്ഷേ വല്ല കാര്യത്തിൽ വല്ല കുഴപ്പമുണ്ടായിരുന്ന CPM പോലും ആ ന്യൂക്ലിയർ പദ്ധതിയുടെ പേരിൽ പകുതി വഴി സപ്പോർട്ട് കളഞ്ഞേച്ച് പോയി എന്നും പറഞ്ഞ് ഞങ്ങൾ താഴെ വീണോ, ഗോ ഹെഡ് എന്ന് പറഞ്ഞ് പോയില്ലേ, അങ്ങനെ കംപ്ലീറ്റ് ചെയ്തില്ലേ അദ്ദേഹത്തിൻ്റെ ഭരണകാലം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രി ഇത്ര വലിയ അനാദരവ് കാണിച്ചതിന് പ്രധാനമന്ത്രി ഈ അമിത്ഷായും മാപ്പ് പറയണം. എന്നുവെച്ചാൽ കോൺഗ്രസ് പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയല്ല, BJPയുടെ പ്രധാനമന്ത്രി അല്ലായിരുന്നില്ല അദ്ദേഹം. അപ്പോൾ അദ്ദേഹം മരിച്ചപ്പോഴത്തേക്ക് അത് ഇപ്പോഴും പാർലമെൻറ്റ് മെമ്പറായിട്ടിരിക്കുന്നൊരു വ്യക്തി. അപ്പോൾ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ അടക്കണമെന്നുള്ള കോൺഗ്രസ് പറഞ്ഞ കണക്ക് കേൾക്കണമായിരുന്നു. അല്ലെങ്കിൽ എല്ലാ മുൻ പ്രധാനമന്ത്രിമാർക്കും കൊടുത്ത കണക്കെങ്കിലും കൊടുക്കണമായിരുന്നു.
ഇതൊന്നും ചെയ്യാതെ ഇപ്പോൾ പറയും ഞങ്ങൾ കുറച്ച് സ്ഥലം തരാം നിങ്ങൾക്ക്, ഇതില്ല ബാബരി മസ്ജിദ് പൊളിച്ചപ്പോഴത്തേക്ക് പള്ളി കെട്ടാൻ നിങ്ങൾക്ക് കുറച്ച് സ്ഥലം അവിടെ അയ്യത്തങ്ങനെ തരാടേ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ മൊത്തം ഇത് ടേക്കപ്പ് ചെയ്യണം, ഇതിനെതിരെ ശബ്ദം ഉയർത്തണം. ശബ്ദം ഉയർത്തിയിട്ട് ഇനിയെങ്കിലും അവർ മാപ്പ് പറയണം. സത്യത്തിൽ ഈ അനാദരവിന് നമ്മൾ കണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഭാര്യ എവിടെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ മക്കൾ എവിടെയായിരുന്നു, ബാക്കിലെവിടെ ഇരിക്കുന്നു ഇല്ലേ? ആലോചിച്ച് നോക്കും. ഈ വേണ്ടാത്തവന്മാരെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി അദ്ദേഹമായിട്ടൊരു അടുപ്പമില്ലാത്ത ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ പോലും ഫ്രണ്ടിൽ ഇരുത്തിയില്ലല്ലോ. അപ്പോൾ അത്രയും വലിയ അനാദരവ്. അപ്പോൾ അതിനെതിരെ ശബ്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല, ശബ്ദിച്ചേ പറ്റൂ. ഇന്ത്യ മൊത്തം ശബ്ദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.